വഖഫ് ഹർജികൾ ഇന്ന് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ നിയമം ഒരു കാരണവശാലും സ്റ്റേ ചെയ്യരുതെന്ന് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചു. പാർലമെന്റ് പാസാക്കിയ നിയമം കോടതികൾ പൂർണ്ണമായോ ഭാഗികമായോ സ്റ്റേ ചെയ്യുന്ന കീഴ്വഴക്കമില്ലെന്നും തുഷാർ മേത്ത വാദിച്ചു. അഥവാ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതിൽ തങ്ങളുടെ വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹർജികളിൽ പ്രാരംഭവാദത്തിന് മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയവും കേന്ദ്രം ആവശ്യപ്പെട്ടു. സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ലെന്നും എന്നാൽ നിലവിലെ സ്ഥിതി തുടരണമെന്നും ചീഫ് ജസ്റ്റിസ് വാക്കാൽ നിരീക്ഷിച്ചു. ഇതേ തുടർന്നാണ് രണ്ടുറപ്പുകൾ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിക്ക് നൽകിയത്. ഇടക്കാല ഉത്തരവിൽ തീരുമാനമുണ്ടാകുന്നത് വരെ വഖഫ് ബോർഡുകളിലേക്കും കൗൺസിലുകളിലേക്കും നിയമനം നടത്തില്ല എന്ന് തുഷാർ മേത്ത സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകി. സംസ്ഥാനങ്ങൾ നിയമനം നടത്തിയാൽ അത് അസാധുവായി കരുതുമെന്നും തുഷാർ മേത്ത വ്യക്തമാക്കി. ഇതിനു പുറമെ ഉപയോഗം കൊണ്ട് വഖഫായ ഭൂമിയുടെ സ്വഭാവം നിലവിൽ മാറ്റില്ല എന്ന ഉറപ്പും സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിക്ക് നൽകി. ഈ ഉറപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മെയ് 5 മാറ്റിയത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ ഹാരിസ് ബീരാൻ MP പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയമമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ ഇന്ന് 5 മിനിറ്റിനകം ഞങ്ങളെല്ലാം സമ്മതിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്നത് മെയ് 13 വിരമിക്കുന്നതിന് മുമ്പുള്ള അവസാന ആഴ്ചയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് കേൾക്കുന്ന പ്രധാനപ്പെട്ട കേസായിരിക്കും വഖഫുമായി ബന്ധപ്പെട്ട ഹർജികൾ. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.